ഇല്ല, ഞാൻ പറഞ്ഞിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള വാചകം ഇതായിരുന്നു. ബി ജെ പിക്ക് തള്ളിക്കളയാൻ പറ്റില്ല, പക്ഷേ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ല. ബി ജെ പിക്ക് അദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷികൾ, ഇന്ത്യയിലെ സഖ്യകക്ഷികളെ ആശ്രയിക്കേണ്ടി വരും എന്നുള്ളതാണ് അസന്നിഗ്ധമായിട്ട് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ എൻ്റെ കണക്കിനേക്കാൾ ഞാൻ ആ സമയത്ത് യോഗേന്ദ്ര യാദവുമായിട്ട് 2-3 ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടായി എൻ്റെ പോർട്ടലായിട്ടുള്ള അത് ഐറ്റമിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പിന്നെ ഈ അവസാനത്തെ, അതായത് 5ാമത്തെ റൗണ്ട് വോട്ടിങ്ങിന് ശേഷം അദ്ദേഹം ഞാനുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് 240 മുതൽ 260 സീറ്റ് വരെയാണ് ഞാൻ ബി ജെ പിക്ക് പ്രതീക്ഷിക്കുന്നത് എന്നാണ്. എൻ്റെ വ്യക്തിപരമായ കണക്ക് ഒരു 250 സീറ്റ് ബി ജെ പിക്ക് കിട്ടും എന്നുള്ളതായിരുന്നു. പക്ഷേ ആ സമയത്ത് പോലും ഞാൻ എൻ്റെ ഈ അയോധ്യാകാലം മുതലുള്ള എൻ്റെ സംഘപരിവാർ ബന്ധങ്ങൾ ഇപ്പോഴും പല സ്ഥലത്തും തുടരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നാഗ്പൂരിൽ നിന്നുള്ള എൻ്റെ 1-2 അടുത്ത ആൾക്കാർ, സംഘപരിവാറായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ആൾക്കാർ പറഞ്ഞത് 80 സീറ്റ് വരെ കുറയാമെന്നാണ്. പക്ഷേ ഈ 80 സീറ്റ് വരെ കുറഞ്ഞിരുന്നെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവുന്ന സ്ഥിതിവിശേഷം ആവുമായിരുന്നില്ല, അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആവുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് 63 സീറ്റ് മാത്രമാണ് ഇത്തവണ കുറഞ്ഞത്. 17 സീറ്റും കൂടെ കുറഞ്ഞിരുന്നെങ്കിൽ ഇവർ രണ്ടുപേരും ആവില്ലായിരുന്നോളാണ് എനിക്ക് ഈ RSSൻ്റെ അകത്തും സംഘപരിവാറിൻ്റെ അകത്തും കിട്ടിക്കൊണ്ടിരുന്ന ഫീഡ്ബാക്ക് അതാണ്. പക്ഷേ ഞാനും ഈ ഗ്രൗണ്ട് ലെവലിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയിരുന്നു UP-യിൽ ഇതേ രീതിയിൽ അവർക്ക് തിരിച്ചടി കിട്ടുന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. പക്ഷേ ബീഹാറിലും മറ്റ് സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യയിൽ തന്നെ മധ്യപ്രദേശിലുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ മേൽക്കോയ്മ മറികടക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും എനിക്ക് വ്യക്തമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബി ജെ പിയെ തള്ളിക്കളയാൻ പറ്റില്ല, പക്ഷേ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ളത് ഞാൻ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ്.